സുപ്രഭാതൻ അല്ലേ? എന്താ എന്ത് പറ്റി? ഭയങ്കര ചുമയാ സാറേ. ആ, ചുമയാണല്ലേ? ഓക്കെ ഓക്കെ. നല്ല കുത്തി ചുമ. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഒരു 4-5 ദിവസമായി സാറേ തുടങ്ങിയിട്ടാ. എന്ത് പറ്റി? മഴയത്ത് വല്ല ഇറങ്ങിയുള്ള എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണോ ചുമ പിടിച്ചത്? അതേന്ന് എന്നാ ചെയ്യാ സാറേ, ഇമാര് മഴയും കുറച്ച് ദിവസമായിട്ട് മഴയത്ത് തന്നെയുള്ള പണിയാന്ന്. എന്നാ ചെയ്യാനാന്ന് പറ മയില്. എന്നൊക്കെയാ സുപ്രഭാതം പറയുന്നത്? ഒരു ഡോക്ടറുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഊളംപാറയിലേക്ക് ഞാൻ ഒരു കുറിപ്പ് എഴുതി. പെട്ടെന്ന് ഓർത്തില്ല. വീട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. എന്നെ ചെയ്യാനാണ് മയില്. അയ്യോ, പിന്നെ വേറെ എന്താണ്? വേറെ പറയട്ടെ, വയറിന് ഭയങ്കര വേദനയാ. വയറിന് എന്ന് പറയുമ്പോൾ എന്താണ്? രാവിലെ ഈ സൈഡിലായിട്ട് ഇവിടെ ഇവിടെ. സുപ്രഭാതൻ എങ്ങനെയാ? മദ്യപിക്കുന്ന ശീലമുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ചെറുതായിട്ടൊക്കെ. അതെയോ? അത് നമുക്ക് ഓരോന്ന് അടിച്ചാലോ? എന്നാ ഡോക്ടറെ പറയുന്നേ? ആശുപത്രിയിലൊക്കെ ഇരുന്നുണ്ടാണോ? അതെയല്ലേ, ആശുപത്രിയാണെന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഞാൻ പെട്ടെന്ന് ബാറിലാണെന്ന് ഓർത്തു പോയി. സുപ്രഭാത, ഞാൻ തൽക്കാലത്തേനുള്ള മരുന്ന് എഴുതുന്നുണ്ട്. പാരസെറ്റമോൾ എഴുതിയിട്ടുണ്ട് ഒരു 5 എണ്ണം. പിന്നെ ഞാൻ ലുഡോ എഴുതുന്നുണ്ട്. അത് ഇവിടെ കിട്ടില്ല, പുറത്തുനിന്ന് മേടിക്കണം കേട്ടോ. ലുഡോയോ? അതെന്നാ സാറേ? എടോ, ജലദോഷത്തിനുള്ള ഗുളികയാടോ. ഇവിടെ ഇല്ല, പുറത്തുനിന്ന് മേടിക്കും കേട്ടോ. 10-15 രൂപയാകുള്ളൂ. അത് ലുഡോ അല്ല, ഡോളോന്നല്ലേ? അത് ശരി. എന്നാൽ ഒരു കാര്യം ചെയ്താൽ ഇവിടെ വന്നിരിക്കും. പിന്നെ അല്ലാതെ ഇന്ന് ഞാൻ ആ ഡോക്ടറിനെ ഞാൻ എഴുതും. തന്നെ മേടിച്ച് കഴിച്ച് വേണമെങ്കിൽ തന്നെ അസുഖം മേടിക്കും. പിന്നെ സാറേ, കുറച്ച് നാളായിട്ട് ഭയങ്കര പല്ലുവേദന, ഒരു രക്ഷയില്ല. പല്ലുവേദന എന്ന് പറയുമ്പോൾ അങ്ങനെ നല്ല വേദനയില്ല. അത് ഈ കാലാവസ്ഥയിലേക്കാണ്, മഞ്ഞും മഴയൊക്കെ അല്ലേ. ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? കൂള്, ഹാൻസ് ഒക്കെ? ചെറുതടിക്കുന്നതല്ലാതെ ഒരു ലഹരി ഉപയോഗിക്കാറില്ല. അതെല്ലേ? ഞാൻ ഓർത്ത് ഇതിപ്പോൾ വീതം വെക്കേണ്ടി വരുമല്ലോ എന്ന്. കുറച്ചേ ഉള്ളേ. ഓക്കെ. പ്രഭാത, ഞാൻ എല്ലാത്തിനുമുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് മേടിക്കുക കേട്ടോ. 1-2 മരുന്ന് പുറത്തുനിന്ന് വാങ്ങാനുണ്ട്. അയ്യോ, ഇതെന്നാ ഇത്? എന്നാ ഇത്?